വെഞ്ഞാറമൂട്ടില് 5 പേരെ കൊന്ന അഫാൻ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിൽ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ പരിസരത്തെ പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല. എന്താണ് ചുറ്റും നടക്കുമെന്നും അറിയില്ല. പക്ഷെ ജീവനുണ്ട് എന്ന് പറയുന്നു. പക്ഷെ പ്രതികരണം ഇല്ല. കോമ സ്റ്റേജ് ആണ് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് മാറി. കോമയും വെജിറ്റേറ്റീവ് സ്റ്റേജും രണ്ടും രണ്ടാണ്. കംപ്ലീറ്റ് അവയർനെസ് നഷ്ടപ്പെട്ട് കിടക്കുന്ന അതാണ് കോമ സ്റ്റേജ്. ഒന്നും പരിസരത്ത് എന്ത് നടക്കുന്നു ഒന്നും അറിയില്ല. വെജിറ്റേറ്റീവ് സ്റ്റേജിനാകുമ്പം പരിസരത്തെ പറ്റി അറിയില്ലെങ്കിലും ജീവച്ഛവം പോലെ ആള് കിടക്കും. പ്രതികരണ ശേഷി ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കണ്ണ് വിളിക്കുമ്പോഴോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രിക്ക് കൊടുത്താലോ കണ്ണ് ചിലപ്പോൾ ഒന്ന് ചലിച്ചെന്ന് വരാം. അതൊരു വെജിറ്റേറ്റീവ് സ്റ്റേജാണ്. കോമ സ്റ്റേജിലോട്ട് പോയാൽ ഒരനക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കും. ഇനി ഇവരെന്തെങ്കിലും റിക്കവർ ചെയ്ത് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് അംഗഭംഗം ഉണ്ടാകാം. ചിലപ്പം കാഴ്ച പോകാം, ചിലപ്പം ബ്രെയിനിന് പ്രവർത്തനം പോകാം. അങ്ങനെയുള്ള പെർമനൻ്റായ ശാരീരികമായ മോശമായ സ്ഥിതിയിലേക്ക് ആ മനുഷ്യൻ കിടക്കും. ഇപ്പോൾ അദ്ദേഹം വെജിറ്റേറ്റീവ് സ്റ്റേജിൽ തന്നെ അങ്ങനെ കിടക്കും. അത് എത്ര നാൾ കിടക്കും എന്ന് പറയാനൊക്കില്ല. ആഴ്ചകളോളം, മാസങ്ങളോളം. വെജിറ്റേറ്റീവ് സ്റ്റേജിൽ 8-10 വർഷം കിടന്നവരുണ്ട്. അത് പണമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 8-10 വർഷം കിടന്നിട്ട് റയർ കേസുകളിൽ ഒരെണ്ണം ഒക്കെ റിക്കവർ ചെയ്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പൊതുവെ ഒരു കോമ സ്റ്റേജും വെജിറ്റേറ്റീവ് സ്റ്റേജും മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്തയും സ്വാഭാവികമായ പെരുമാറ്റവും സ്വാഭാവികമായ നടപ്പും ഇരിപ്പും ഭക്ഷണം കഴിപ്പും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് അഫാൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഈ സ്റ്റേജ് ചിലപ്പോൾ വർഷങ്ങളോളം മെഡിക്കൽ കോളേജിൽ കിടന്നാൽ അങ്ങനെ പോകും എന്നാണ്. ഇവിടെ സെൻട്രൽ ജയിലിലെ ഇദ്ദേഹം അന്ന് ഞായറാഴ്ച 11:30 മണിക്കാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ ഒരു വാർഡനുണ്ട് ഇയാളെ നോക്കാൻ. സിനിമ കാണിക്കാനായിട്ട് ഞായറാഴ്ച ഒരു സിനിമ കാണിക്കും തടവുകാരെ. അത് കാണിക്കാനായിട്ട് പോകുമ്പം എല്ലാ തടവുകാരെയും ഏകാന്ത വാസത്തിൽ കിടക്കുന്നവരെയൊക്കെ ആ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. ഇത് കൂടെ ഒരു തടവുകാരനുണ്ടായി. അയാൾ സിനിമ കാണാൻ വെളിയിലിറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ശുചിമുറി പോകണമെന്ന് പറഞ്ഞു. ശുചിമുറി ശുചിമുറി കയറിയപ്പം അവിടെ കിടന്ന് ഉടങ്ങാനിട്ടിരുന്ന ഒരു മുണ്ട്, അത് ഇയാളുടെ ആണോ അത് വേറെ വല്ലവരെയാണോ എന്നറിയില്ല, അതെടുത്ത് ബാത്റൂമിൽ കയറി. എന്നിട്ടാണ് തൂങ്ങിയത്. തൂങ്ങിയ സമയത്ത് കാല് നിലത്ത് മുട്ടിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കഴുത്ത് മുറുകി നന്നായിട്ട്. ഇയാൾക്ക് നല്ല വെയിറ്റ് ഉള്ള ആളാണ്, പെട്ടെന്ന് മുറുകും. മുകളിൽ നിന്ന് കുരുക്കിട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ ആള് ചിലപ്പോൾ സമയം കുറച്ച് സെക്കൻഡ് കൂടുതൽ എടുക്കും മരിക്കാനായിട്ട്. പക്ഷെ വെയിറ്റ് ഉള്ള ആള് വെയിറ്റ് കാരണം പെട്ടെന്ന് കഴുത്ത് മുറുകും. ഇവിടെ അത് തന്നെ സംഭവിച്ചു. കാല് നിലത്ത് മുട്ടി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇത് ജയിൽ അധികൃതർ ഒരു വീഴ്ച തന്നെയാണ്. സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധ മാറി. അന്നേരം ആ വാർഡൻ ഏതോ ഫോൺ ചെയ്തപ്പോൾ ശ്രദ്ധ മാറി. ഫോൺ ചെയ്താലും ഫോൺ വന്നാലും അതല്ലല്ലോ പ്രാമുഖ്യം കാണിക്കേണ്ടത്. ആ തടവുകാരനെ സൂക്ഷിക്കുക എന്നുള്ളതല്ലേ. അയാളെ എന്തുകൊണ്ടാണ് ഒരു മുറിയിൽ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത്? ആ ഒറ്റയ്ക്കായിരുന്ന മുറിയിൽ അദ്ദേഹത്തിന് മുണ്ടുടുക്കാൻ കൊടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. നിക്കർ പോലെ എന്തെങ്കിലും ആയിരിക്കണം. കാരണം അതേ തൂങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ട് സെല്ലില് മുണ്ട് കൊടുക്കുമെന്ന് സാധ്യതയില്ല. പക്ഷെ വെളിയിലിറങ്ങി ശുചിമുറി പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു മുണ്ടെടുത്തിട്ടാണ് തൂങ്ങിയത്. ജയിൽ അധികൃതരെ വീഴ്ച തന്നെ, സംശയമൊന്നുമില്ല. അവിടെ ഒരു വീഴ്ചയില്ല, കുഴപ്പമില്ല എന്നൊക്കെ സൂപ്രണ്ട് ലെറ്റർ എഴുതി കൊടുത്തു. അതിലൊന്നും അല്ല. 5 പേരെ കൊന്ന പ്രതിയാണ്. ജയിൽ ഉദ്യോഗസ്ഥന്മാര് ഒരാളെ കൊന്ന പ്രതികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ 5 എണ്ണത്തിനാണ് കൊന്നത്. വേറൊരാളെ കൊല്ലാൻ പോയതാണ്. അയാളെ നിയമത്തിന്റെ പരിധി കൊണ്ടുവരികയും അയാളെ ട്രയൽ നടത്തി അയാളെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്, അതുപോലെ ജയിൽ അധികൃതർക്കുമുണ്ട്.
അപ്പൊ അയാളെ ജീവനോടെ ഇരുത്തുക, ആ ജീവനോടെ ട്രയൽ ഫേസ് ചെയ്യിപ്പിക്കുക, സ്വബോധത്തോടെ ട്രയലിൽ 5 മർഡർ കേസിന്റെ ട്രയൽ അയാൾ ശ്രവിക്കണം, ഓരോ നീക്കം അറിയണം, സാക്ഷികൾ പറയുന്ന കേൾക്കണം, കോടതി പറയുന്ന കേൾക്കണം. അപ്പൊ അത് സ്വബോധത്തോടെ ആരോഗ്യത്തോടെ ആ പ്രതി ഇരുന്നെങ്കിലേ പറ്റുള്ളൂ. അമേരിക്കയിലൊക്കെ ഇന്ത്യയിലുമൊക്കെ തൂക്കം വിധിക്കാൻ നടപ്പാക്കാൻ പോകുന്ന അതിന് മുമ്പ് അയാൾക്ക് ചിലപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടായാല്, കാലിന് മുറിവുണ്ടായാല് ആ തൂക്കം വിധിക്കാൻ ഉള്ള ആ ടൈം മാറിപ്പോകും. പലരും പിന്നീട് ഒരു സമയത്തായിരിക്കും തൂക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ എപ്പം വേണേലും റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പം വളരെ സൂക്ഷ്മത വേണം, വളരെ ശ്രദ്ധ വേണം. ജീവനക്കാർ കുറവാണെങ്കിൽ ഒരാളെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ശ്രദ്ധ മാറിയപ്പം തന്നെ ഇയാൾ ശുചിമുറി പോകണമെന്ന് പറഞ്ഞാൽ അത് അന്ധമായിട്ട് വിശ്വസിച്ചു, ശുചിമുറി കയറി തൂങ്ങി. ഇപ്പോഴേ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ തന്നെ. അതാണ് ഇപ്പം വാർത്തയെന്ന് മനസ്സിലാകുന്നത്. അതീവ ഗുരുതാവസ്ഥയിൽ പറഞ്ഞ് നേരത്തെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിൽ തന്നെ. കാരണം ഇനി റിക്കവർ ചെയ്യാൻ സാധിച്ചാൽ തന്നെ തലയുടെ പ്രവർത്തനം ഉണ്ടാവില്ല, ബ്രെയിനിന്റെ പ്രവർത്തനം ഉണ്ടായില്ല. അത് കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്നുപോയി കുറച്ച് സമയം. അതുകൊണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിൽ ഗ്ലൂക്കോസ് ഇല്ലാതെ പോയി. ബ്രെയിൻ ഒരു 90% പ്രവർത്തിക്കാതെ ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അതിപ്പം ചില സമയത്ത് വിളിക്കുമ്പോഴോ ഒക്കെ കണ്ണ് ചലിപ്പിക്കുന്നുണ്ടെന്ന് പറയാത്തത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയം. മറ്റൊരു കാര്യം, മരുന്നിനോട് അധികം പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് ആ മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഉള്ളത് കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത്. ഈ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ ചിലപ്പം 2-3 മാസം കിടക്കാം, ചിലപ്പം വർഷങ്ങളോളം നീളാം. കാരണം അദ്ദേഹത്തിന് ഒരു ട്രയൽ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പം വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ബോഡി അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ജയിലധികൃത ഒരു വീഴ്ച തന്നെ അതിന് യാതൊരു സംശയമില്ല. ഈ കേസിന്റെ ട്രയലൊന്നും ഇനി അഫാൻ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. അഫാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ അഫാന്റെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം അബ്ദുൾ റഹീം പറഞ്ഞത്, അഫാൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അവരാരും കുറ്റക്കാരല്ല എന്നുള്ള അർത്ഥത്തിൽ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും അഫാന് വെജിറ്റേറ്റീവ് സ്റ്റേ ആണ്, കിടക്കുകയാണ്. ട്രയൽ ഇനി ഫേസ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ്.